ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. എന്താ വിശേഷം? നമുക്കിന്നൊരു സൂചി ഗോതമ്പ് പായസം ഉണ്ടാക്കിയാലോ? അതിനായി ഒരു കപ്പ് നുറുക്ക് ഗോതമ്പെടുത്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഒരു കുക്കർ കഴുകിയെടുത്തിട്ട് അതിലേക്കിടണം. എന്നിട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം, ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ ഗോതമ്പെടുത്തത് അതിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കുക. 2-3 വിസിലടിച്ച് കഴിയുമ്പോൾ ഓഫാക്കുക. പിന്നെ ഞാനിവിടെ ഒരു ഫുൾ തേങ്ങ, പിന്നെ ഒരു ബോക്സ് തേങ്ങ, ഒരു 1/2 കിലോ ശർക്കര, കുറച്ച് നെയ്യ്, കാഷ്യൂനട്ടൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. തേങ്ങ പൊട്ടിച്ചു, നല്ല തേങ്ങ, ശർക്കരയും നല്ല ഓർഗാനിക് ശർക്കരയാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ചുക്ക്, ഏലക്ക, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏലക്കയും ചുക്കുമാണ്. അതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഗോതമ്പ് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ആ ഗോതമ്പിനെ മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തിയെടുത്തു. എൻ്റെ കയ്യിൽ ചെറിയ പാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ അതിലത് സെറ്റാവുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ശർക്കര ഒരു 400 ഗ്രാമോളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. കല്ലും ഇതൊന്നും ഇല്ലാത്തതായത് കാരണം അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട്. പിന്നെ തേങ്ങാപ്പാൽ ഒരു 2 പാലെടുത്ത് അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അതും നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഞാൻ വിചാരിച്ചു ഇത് വെള്ളപ്പൊക്കം പോലെ കിടക്കുന്നത് കണ്ടപ്പം ഒരുപാട് വെള്ളമായിപ്പോയി. പിന്നെ 1 പാൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അതും ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ ഒരു പാൻ വെച്ച് അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും നമ്മുടെ കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലും ഗോതമ്പും ശർക്കരയൊക്കെയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഇതിലേക്ക്, ആ മിശ്രിതത്തിലേക്ക് ചുക്കും ഏലക്കയും പൊടിച്ചതും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ തേങ്ങയും കാഷ്യൂനട്ടുമൊക്കെ വറുത്തതും ഒരിത്തിരി പിങ്ക് സാൾട്ട്, നല്ല മറ്റു ഉപ്പ് ഇട്ട് കൊടുക്കാം, പക്ഷേ എൻ്റെ കയ്യിൽ പിങ്ക് സാൾട്ട് ഉള്ളത് കാരണം ഇത്തിരി പിങ്ക് സാൾട്ടും ചേർത്ത് കൊടുത്തിട്ട് ഇതാക്കി. കാഷ്യൂനട്ട് ഇട്ട് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പായസം. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഗോതമ്പ് പായസം. സേമിയ പായസം പോലെയൊക്കെ തന്നെയാണ്, വളരെ ഈസിയാണ്. ട്രൈ ചെയ്യുക.